കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകടന പത്രികയിൽ കോൺഗ്രസിനെ കാണാനില്ല. പത്രികയിലുള്ളത് മുസ്ലിം ലീഗ് ഇടത് ആശയങ്ങളാണെന്നും മോദി വിമർശിച്ചു. അതേസമയം രാജ്യത്ത് ജനാധിപത്യം അപകടത്തിലാണെന്നും പ്രതിപക്ഷ നേതാക്കളെ ഭീഷണിപ്പെടുത്തി BJP-യിൽ ചേർക്കാനാണ് ശ്രമമെന്നും കോൺഗ്രസ് MP സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. ശരത് കെ ശശിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ശരത്ത്, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെയും ഒപ്പം ഇടതുപക്ഷത്തിന്റെയും ആശയങ്ങളാണ് എന്ന് പറയുന്നതിലൂടെ മോദി എന്താണ് ഉദ്ദേശിക്കുന്നത്? കൃത്യമായി അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അദ്ദേഹം അർത്ഥം വെക്കുന്നത് എന്താണെന്ന് വ്യക്തമാകുന്നുണ്ട്. പക്ഷേ ഈ ന്യായ് യാത്രയിൽ ഉടനീളം നടത്തിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളെ, യുവാക്കളെ, കർഷകരെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിൽ കൂടുതലായി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ പ്രതിരോധമാണ് കോൺഗ്രസ് ഇപ്പോൾ മോദിക്കെതിരെ ഉയർത്തുന്നത്. വിനിൽ, ഉത്തർപ്രദേശിലെ സഹരാൻപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെ വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയത്. നേരത്തെ ഒരു പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗ ശൈലിയൊക്കെ തന്നെ നമുക്കറിയാം. അതിൽ കോൺഗ്രസിനെതിരെ കുടുംബാധിപത്യവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വിമർശനം ഉന്നയിക്കുന്നത് പതിവാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തന്നെ അദ്ദേഹം ഈ കോൺഗ്രസിനെ വിമർശിക്കുകയാണ്. അതിലെടുത്ത് പറയുന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ആ പാർട്ടിയുടെ ആശയങ്ങളല്ല ഉള്ളത് എന്നതാണ്. പകരം സ്വാതന്ത്ര്യ സമരകാലത്തെ മുസ്ലിം ലീഗ്, അതായത് ജിന്നയുടെ മുസ്ലിം ലീഗിന്റെ ആശയങ്ങൾ, അതുപോലെ തന്നെ ഇടത് ആശയങ്ങളുമാണ് ഉള്ളത് എന്നതാണ് പ്രധാനമന്ത്രി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം. അതിലൂടെ മുസ്ലിം ലീഗിന്റെ ആശയങ്ങളാണ്, അത് സ്വാതന്ത്ര്യ സമരകാലത്തെ ആശയങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ വിഭജനത്തിന്റെ നിലപാട് അന്ന് ജിന്നയുടെ മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. ആ താല്പര്യങ്ങളാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിന്റെ ആശയങ്ങൾ അതിലുണ്ട്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളാണ് എന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ആശയങ്ങളും അതുപോലെ ഇന്ത്യ എന്ന ആശയത്തിനെ അതിന് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശങ്ങളും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ല. ഇന്ത്യയുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്നതായ ഒരു വാഗ്ദാനവും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ല എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഏതായാലും പ്രധാനമന്ത്രിക്ക് മറുപടിയുമായി കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തു. ഈ മുസ്ലിം ലീഗുമായുള്ള ബന്ധം പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയിൽ ചൂണ്ടിക്കാണിച്ച പശ്ചാത്തലത്തിൽ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രധാനമന്ത്രിക്ക് മറുപടി നൽകുന്നത്. സ്വാതന്ത്ര്യ സമര കാലത്ത് ബംഗാളിൽ മുസ്ലിം ലീഗിനൊപ്പം മോദിയുടെ നേതാവായ ശ്യാമപ്രസാദ് മുഖർജി മന്ത്രിസഭയിൽ അംഗമായിരുന്നു. അതുപോലെ തന്നെ ഹിന്ദു മഹാസഭ സിന്ധിൽ മുസ്ലിം ലീഗിനൊപ്പമായിരുന്നു സർക്കാർ രൂപീകരിച്ചത് എന്നാണ് മോദിയെ കോൺഗ്രസ് ഓർമ്മപ്പെടുത്തുന്നത്. ആ രീതിയിലാണ് മോദിയുടെ വിമർശനത്തിന് ഇപ്പോൾ കോൺഗ്രസ് മറുപടി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ പോയിട്ട് മറ്റ് ദൈനംദിന സംഘടനാ കാര്യങ്ങളിലൊന്നും തന്നെ സോണിയാഗാന്ധി അധികം സജീവമായിരുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം. ഇന്ന് ജയ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യം തകർക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നതായിരുന്നു പ്രധാനമായും സോണിയാഗാന്ധി ഒരു വിമർശനം ഉന്നയിച്ചത്. ാണ് മോദിക്കെതിരെ സോണിയാഗാന്ധി ഉയർത്തുകയും ചെയ്യുന്നത്. എന്തായാലും പ്രകടന പത്രികയെ വിമർശിക്കുന്ന നരേന്ദ്രമോദി അത് മുസ്ലിം ലീഗിന്റെ ആശയങ്ങളാണ് പ്രകടന പത്രികയിൽ ഉള്ളത് എന്ന് പറയുന്നു. ബാക്കിയുള്ളത് ഇടത് ആശയങ്ങളാണ്, കോൺഗ്രസിന്റെ ആശയങ്ങളില്ല എന്ന് പറയുന്നു. പക്ഷേ പണ്ടുണ്ടായിരുന്ന ജനസംഘത്തിന്റെയും ലീഗിനും ഇടയിൽ തമ്മിലുള്ള ബന്ധം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കുന്നത്. ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്.